എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ ആയിരിക്കണം. കാരണം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച എലിവേഷൻ ആണ്, നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു വീട്ടിലുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആണ്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 4.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, നല്ലൊരു ലൊക്കേഷൻ ആണ്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച വീടാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. കാണുന്ന 3 വില്ലകൾ സെയിലിനായിട്ടുള്ളതാണ്. ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും വെറും 4.3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഡിസ്റ്റൻസിലാണ്. അപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 4.3 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. ലൊക്കേഷന്റെ പേര് പറയാൻ നിങ്ങൾക്കറിയാം, തേവയ്ക്കലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5.9 കിലോമീറ്റർ, കളമശ്ശേരി കുസാറ്റിലേക്ക് 5 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 6.7 കിലോമീറ്റർ, ആലുവയിലേക്ക് 9.8 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3 ലാൻഡ് അളവുകളിലും 3 സ്ക്വയർ ഫീറ്റുകളിലും 3 പ്രൈസിംഗിലും ഒക്കെ ആയിട്ടാണ് ഈ കാണുന്ന വീടുകൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു വീട് തന്നെയാണെന്ന് പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ തോന്നും ഈ ഒരു വീട് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണമെന്ന്. കാരണം നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച എലിവേഷനും എല്ലാ ഭംഗിയോടും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. ഏകദേശം 35ഓളം വില്ലകൾ വരുന്ന വലിയ ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വീതിയുള്ള റോഡാണ്. നമുക്കിനി ഇവിടെ ടൈലിന്റെ വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. വീട് പെട്ടെന്ന് സെയിൽ ആവുന്നത് കൊണ്ട് നമ്മൾ നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യരുത്. റോഡിന്റെ വർക്കുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ വീട് വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ വെൽ വാട്ടർ ആണ് ഈ വീടുകളിലേക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. 3 വീടുകളുടെയും എലിവേഷൻ ഏകദേശം സെയിം ആണ്. ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്കും ജാളി ഡിസൈനിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ 3 വീടുകളിൽ സെമി ഫർണിഷ്ഡ് ഉണ്ട്, പാർട്ട്ലി ഫർണിഷ്ഡ് ഉണ്ട്, ഫുള്ളി ഫർണിഷ്ഡ് ഉണ്ട്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് 3 വീടുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതനുസരിച്ചിട്ടാണ് പ്രൈസിൽ വേരിയേഷനും വരുന്നത്. എലിവേഷൻ ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾ കണ്ടു. വളരെ ഭംഗിയായിട്ട് നല്ലൊരു വിന്റേജ് മോഡലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബ്രിക്കിന്റെ മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. മുകളിലുള്ള ബാൽക്കണിയുടെ പോർഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഷീറ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഷേപ്പാണ് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് എളുപ്പം കടന്നുകൂടുന്ന ഒരു മോഡൽ തന്നെയാണ് വീടിന് വരുന്നത്. നമ്മൾ ഗേറ്റിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ വലിയൊരു ഏരിയ തന്നെ, മുറ്റം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാർ പാർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ചെയ്തിരിക്കുകയാണ്. പാനലിംഗ് വർക്കുകൾ വെച്ച് സ്റ്റൈലിഷ് ആയിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ ഇവിടെയും രണ്ടാമത്തെ കാർ ഇവിടെയും പാർക്ക് ചെയ്യാം. 2 വീലർ വയ്ക്കാനും സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം തന്നെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് മതിൽ നോക്കുവാണെങ്കിൽ ജാളി മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. കോർണർ പോർഷനിലായിട്ട് പ്ലാന്റ് ബോക്സുകൾ വെച്ചിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ടും ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. അതുകൂടാതെ വീടിനകത്തുള്ള മതിലിന്റെ പോർഷനിലും ഒക്കെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് നേരെ ഡ്രൈവ് ചെയ്ത് ഈ ഒരു പോർച്ചിലേക്കാണ് കാർ കയറ്റാവുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിംഗ് ഇവിടെയും രണ്ടാമത് അവിടെയുമാണ് കിട്ടുന്നത്. ഈ ഒരു കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയും പ്ലാന്റ് ബോക്സിനകത്ത് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ചിപ്പുകളാണ്. വർക്ക് ഏരിയ ഡോർ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഭംഗിയുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ബ്രിക്ക് മോഡൽ വരുന്ന ടൈലാണ് വോളുകളിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഈ കാണുന്ന പോർച്ചിന്റെ കംപ്ലീറ്റ് വോൾ നോക്കുവാണെങ്കിലും ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു വീട് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടാണ്. ഇനി നിങ്ങൾ ഈ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് അകത്തളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സ്വപ്നമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ മെയിൻ ഡോർ തുറന്നു, നേരെ ലിവിംഗ് സ്പേസിലേക്ക് വരികയാണ്. ഫുള്ളി ഫർണിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സോഫ സെറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ളൊരു ടീപ്പോയി വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് കേർട്ടൻസ് എല്ലാം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നല്ല നീളത്തിലും വീതിയിലും ഒക്കെയാണ്. ഞാൻ അളവൊന്നും എടുത്തു പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് നോർമലി ഉണ്ടാവുന്ന ഡൗട്ട്, നിങ്ങൾ കൊണ്ടുവരുന്ന സോഫ സെറ്റീസ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര സ്പേസ് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അളവ് നോക്കുന്നത്. നമുക്കിവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി ഫർണിഷ്ഡ് ആയ വീടായതുകൊണ്ട് തന്നെ സോഫ സെറ്റീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഗ്രേ കളറിലാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഭംഗിയായിട്ട് വൈറ്റ് വുഡിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുമ്പോൾ കാണാം ഭംഗിയുള്ള പ്ലാന്റ്സും നല്ല നല്ല ഡെക്കർ പീസുകളൊക്കെ ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഡോർ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ഒരു പാറ്റോ ഏരിയയിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭംഗിയായിട്ട് മൊറോക്കൻ ഡിസൈൻ ആണ് വരുന്നത്. പാറ്റോ ഏരിയ ഇങ്ങനെ മാത്രമല്ല കണ്ടിന്യൂ ചെയ്ത് ഫുള്ള് നിങ്ങൾക്ക് ആ ഒരു പോർഷൻ വരെ പോകുന്നുണ്ട്. നോക്കിയാൽ കാണാം മിഡിൽ പോർഷനിൽ കുറച്ച് ഭാഗത്ത് നമുക്ക് മെറ്റൽ ചിപ്പുകൾ വിരിച്ചാലും ബാക്കിയും കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. പ്ലാൻ ബോക്സുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഭംഗിയായിട്ട് പോളി കാർബൺ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല രുചികരമായ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്തത്. അതും വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. നല്ല രീതിയിൽ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു വുഡൻ സ്റ്റെപ്പുകൾ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ടേബിൾ ഇവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 6 സീറ്റർ ആണ് ചെയ്തിരിക്കുന്നത്. മാർബിളിന്റെ ആണ് കൗണ്ടർ ടോപ്പ് പോർഷൻ വരുന്നത്. അതിനകത്താണെങ്കിലും ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഡൈനിങ് ടേബിളും അതിന്റെ സീറ്റിംഗും അവിടെ ഇട്ടിരിക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം തന്നെ മാച്ചിങ് ആണ്. അതുകൂടാതെ വീടിന്റെ പെയിന്റിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡൈനിങ് ടേബിളിന്റെ സീറ്റിനും എല്ലാത്തിനും മാച്ചിങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 6 സീറ്റർ ഇട്ടിട്ട് പോലും ഡൈനിങ് ഹാളിൽ നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതും ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വിൻഡോസും ഓപ്പണിംഗും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ജഗ്വാറിന്റെ ആണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത്. വൈറ്റ് കളർ ടൈലാണ് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു മിറർ ലൈറ്റ് ഫിറ്റിംഗ് വരുന്നുണ്ട്. ഡെക്കർ പീസുകളുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വാഷ് ഏരിയയുടെ അടുത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതൊരു 3 BHK ഹൗസ് ആണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്, സിമ്പിൾ ആയ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡബിൾ കോട്ടാണ്. അതിന്റെ ഹെഡ് പോർഷന്റെ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ഫോം ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വോളിൽ നോക്കിയാൽ കാണാം 3 ഭംഗിയായിട്ടുള്ള സിമ്പിൾ ഫ്രെയിംസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതിനടുത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നത്. അതും നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രോ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ഇരുന്ന് ഡ്രസ്സിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സീറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ് വരുന്നുണ്ട്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് വൈറ്റ് വുഡ് ഡിസൈനിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ സ്ലൈഡിംഗ് മോഡലിലായിട്ടാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. കർട്ടൻസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ പാറ്റോ ഏരിയ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. സോ നമുക്ക് ലിവിംഗിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും ഒക്കെ പാറ്റോ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ കാണുന്ന മോഡലുകളിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറാണ് ഇപ്പോൾ കണ്ടത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ്. മാറ്റ് ഫിനിഷോടുകൂടി ഗ്രേ കളറാണ്. ജഗ്വാറിന്റെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കിയാൽ മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ് ഓപ്പൺ കിച്ചണ് കിട്ടുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ല സ്റ്റൈൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ട് അവിടെ ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് വൈറ്റ് കളർ ടൈലാണ്. ഇവിടെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിലും വൈറ്റ് കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ മുകളിലും താഴെയുമായിട്ടാണ് ഗ്രീൻ ആൻഡ് മുകളിലൊക്കെ നോക്കിയാൽ ഗ്ലാസിന്റെ ഡിസൈനോട് കൂടിയിട്ടാണ് ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന അറേഞ്ച്മെന്റ്സ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. മൈക്രോവേവ് അവനൊക്കെ വെക്കാനായിട്ട് ഇവിടെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇവിടെയും സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിൽ നോക്കിയാൽ കാണാം നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫിൽ നമുക്ക് ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോളി കാർബൺ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് രണ്ട് എൻഡ് പോർഷനിൽ നമുക്ക് ഡോറുകളും ഫിക്സ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ അടുത്ത് നമുക്കിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് വിസിബിൾ ആണ്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹാളാണ് കിട്ടുന്നത്. ഈ ഒരു എൽ ഷേപ്പിലാണ് ഇവിടുത്തെ ഹാള് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്.
സ്റ്റെപ്പ് കയറി വന്നാൽ നമ്മൾ ആദ്യം കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. യൂട്ടിലിറ്റിയിലൊക്കെ നോക്കിയാലും ഫ്ലോർ ടൈലുകൾ സെയിം തന്നെയാണ്, മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. ഡോറുകളെല്ലാം ഇതേപോലെ സിമ്പിൾ ഡിസൈൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കിയാൽ ഫുള്ളി ഫർണിഷ്ഡ് ആണ്. ഡബിൾ കോട്ടിന്റെ ഒരു കോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലായിട്ട് നമുക്ക് വിൻഡോസ് കാണാം. വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും അതേപോലെ തന്നെ വാർഡ്രോബുകളും കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. വൈറ്റ് വുഡിൽ തന്നെയാണ്. അതുകൂടാതെ ഓപ്പൺ ഷെൽഫുകൾ, മിറർ, എല്ലാവിധ സംവിധാനങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. എല്ലാ റൂമുകളിലും അതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് മുകൾ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. റൂമിലെ ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും എല്ലാ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. മിറർ വരുന്നുണ്ട്. ഇവിടെയും ജാഗ്വാറിന്റെ ആണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളെല്ലാം സെയിം പാറ്റേണിലാണ്. ഇവിടെയും നമുക്ക് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ഹെഡ് പോർഷനിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന മെത്തേഡിലാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കിയാൽ ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മിറർ മാത്രമാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. താഴെ നമുക്ക് ഡ്രോസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും വുഡ് വെച്ച് കവർ ചെയ്തിട്ട് മിഡിൽ പോർഷൻ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണിയാണ് കിട്ടുന്നത്. ചെറിയൊരു ബാൽക്കണിയാണ്. അതും ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും സ്പേഷ്യസ് ആണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും ജഗ്വാറിന്റെ ആണ്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് കൂടെ കുറച്ച് സ്പേസ് അങ്ങനെ കിട്ടുന്നുണ്ട്. ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാൽക്കണിയുടെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലുള്ള ഒരു വോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെയും ബ്രിക്ക് മോഡൽ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. സീപോർട്ട് എയർപോർട്ട് റോഡ്, കളക്ടറേറ്റ് എല്ലാം വെറും 4.3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുസാറ്റ്, ആലുവ എയർപോർട്ട് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. 35ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 3 വില്ലകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെമി ഫർണിഷ്ഡ് ആയിട്ടോ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ കാണുന്ന വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് ഫുള്ളി ഫർണിഷ്ഡ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3.48 ആണ് ലാൻഡ് അളവ് വരുന്നത്. 3.48 സെന്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 1590 സ്ക്വയർ ഫീറ്റില് 1590 സ്ക്വയർ ഫീറ്റില് 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,15,00,000 രൂപയാണ്. ഇത് ഫുള്ളി ഫർണിഷ്ഡ് ആണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ്. 1,15,00,000 എന്ന ഇതിന്റെ റേറ്റ് വളരെ സ്ലൈറ്റ്ലി ആയിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്തായാലും നമ്മളത് നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. ബാക്കിയുള്ള രണ്ട് വീടുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ 4.44 സെന്റ്, 3.85 സെന്റ് ഇങ്ങനെയുള്ള ലാൻഡ് അളവുകളിലാണ് വരുന്നത്. 1537 സ്ക്വയർ ഫീറ്റ്, 1888 സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ള വീടുകളുടെ സ്ക്വയർ ഫീറ്റുകൾ വരുന്നത്. എല്ലാ വീടുകളിലും നമുക്ക് 2 കാറുകൾ വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വെൽ വാട്ടർ ഉണ്ട്. ബാക്കിയുള്ള വീടുകളുടെയൊക്കെ പ്രൈസുകൾ അറിയണമെങ്കിൽ നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നിങ്ങൾ വീട് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 3 വീടുകളും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം പെട്ടെന്ന് തന്നെ വീടുകൾ സെയിലാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ വീടുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.